നല്ലൊരു ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി ഇന്ന് നമുക്ക് കാണാം. തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി അതിൽ കുറച്ച് വെള്ളം, ആവശ്യത്തിന് മുളക്, ഒരു സവാള, ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ഇടികല്ലിലേക്ക് കുറച്ച് കുരുമുളക്, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അടുത്തതായി നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കാം. മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, പെരുംജീരകം, കുരുമുളക്, കുറച്ച് കാഷ്യൂവും വെള്ളവും കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും അതിൽ ചതച്ചു വെച്ചേക്കുന്ന സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിൽ സവാള, കറിവേപ്പിലയും ചേർത്തിളക്കാം. ഇനിയും നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കാം. ഇനി ഇതിൽ ഒരു പൊട്ടറ്റോ നമുക്ക് ചേർക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വെന്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇതിൽ ചേർക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ തേങ്ങ, കാഷ്യൂനട്ട് പേസ്റ്റ് ഇതിൽ ചേർത്തിളക്കാം. ഇനിയും നമുക്കൊന്ന് കടുക് താളിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൽ നമുക്ക് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിൽ കൊച്ചുള്ളി, കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം.